ലഹരി മരുന്ന് കേസിൽ കരുതൽ തടങ്കൽ നിയമം ഉപയോഗിച്ച് കോഴിക്കോട് വളയത്ത് ഒരാൾ അറസ്റ്റിൽ. ചെക്കാട് സ്വദേശി നംഷിദാണ് അറസ്റ്റിലായത്. 1 വർഷത്തേക്കാണ് പ്രതിക്കെതിരെ കരുതൽ തടങ്കൽ നിയമം നടപ്പിലാക്കിയത്. സിനോജ് തോമസ് ചേരുന്നു. സിനോജ്, വിശദാംശങ്ങൾ. റോഷ്നി, കോഴിക്കോട് ജില്ലയിൽ ആദ്യമായിട്ടാണ് ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ പോലീസ് പിടികൂടുന്നത്. ചെക്കാട് സ്വദേശി 38 വയസ്സുള്ള നംഷിദ്, ഇദ്ദേഹത്തെ ഇന്നലെ രാത്രിയോടുകൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്ന് തിരുവനന്തപുരം പൂജപ്പുരയിലുള്ള സെൻട്രൽ ജയിലിലേക്ക് ഈ പ്രതി അയക്കും. അതായത് ഒന്നിലേറെ തവണ ഈ ലഹരി മരുന്ന് കേസിൽ പിടിയിലായിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നിയമമാണ് പ്രിവെൻഷൻ ഓഫ് ഇല്ലിസിറ്റ് ട്രാഫിക് നാർക്കോട്ടിക് ഡ്രഗ്സ് എന്നാണ് നിയമത്തിന്റെ പേര്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നംഷിദിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ചെന്നൈയിലുള്ള നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ റീജിയണൽ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി എന്ന് പറയുന്നത്. 2022 മുതൽ ഈ വർഷം വരെ 4 കേസുകളിൽ, അതും 4 MDMA കേസുകളാണ് നംഷിദിനെതിരെ പോലീസ് എടുത്തിരുന്നത്. 2022 17 ഗ്രാം MDMA വളയത്താണ് ആദ്യമായി പിടിയിലാവുന്നത്. അതിനുശേഷം 2023 നാദാപുരത്ത് വീണ്ടും 30 ഗ്രാം MDMA ഇദ്ദേഹം പിടിയിലാവുന്നു. കഴിഞ്ഞ വർഷം 19 ഗ്രാമുമായി വീണ്ടും വളയത്ത് പിടിയിലാവുന്നു. ഈ വർഷം വീണ്ടും നാദാപുരത്ത് ഒരു കേസ് കൂടി വന്നു. അതിൻ്റെ സാഹചര്യത്തിലാണ് വളയം പോലീസ് നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിൽ 6 മാസത്തേക്ക് കാപ്പ ചുമത്തി നാട് കടത്തപ്പെട്ട പ്രതി കൂടിയാണ് വീണ്ടും MDMA കേസിൽ പ്രതിയായത്. അങ്ങനെയാണ് ഈ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി പോലീസ് വീണ്ടും കരുതൽ കസ്റ്റഡിയിലെടുത്ത് സെൻട്രൽ ജയിലിലേക്ക് പ്രതിയെ അയക്കുന്നത്. റോഷ്നി, സിനോജ് തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.